എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും ടാലന്റ് അക്കാദമിയുടെ മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂലൈ 31 തീയതിയിലെ പ്രധാനപ്പെട്ട ആനുകാലിക സംഭവങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ്. നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. വരാനിരിക്കുന്ന പരീക്ഷ ഏതുമാവട്ടെ അതിലെല്ലാം നിർണായക ഘടകമാകുന്നത് ഇല്ലെങ്കിൽ നമ്മുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുന്ന ഒരു ഘടകമാണ്. അപ്പൊ ഈ കറണ്ട് അഫയേഴ്സിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പാക്കാനായിട്ട് ടാലന്റ് അക്കാദമിയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ലേറ്റസ്റ്റ് വിവരങ്ങളെല്ലാം ഉൾപ്പെടുത്തി ലോഗോ വിശേഷങ്ങളെല്ലാം ഉൾപ്പെടുത്തി ടാലന്റ് അക്കാദമി പ്രസിദ്ധീകരിച്ചിരിക്കുന്ന കറണ്ട് അഫയേഴ്സിന്റെ ഏറ്റവും പുതിയ എഡിഷൻ ഇപ്പോൾ വിപണിയിൽ ലഭ്യമാണ്. ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുമല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താലും നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കി നിങ്ങളുടെ പഠനം ആരംഭിക്കുക. ഒരു പുസ്തകവുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ ആദ്യം തന്നെ ചർച്ച ചെയ്യുന്നത്. നമുക്ക് പരിശോധിക്കാം. മുൻ DGP ബി സന്ധ്യ രചിച്ച ഏറ്റവും പുതിയ അന്വേഷണാത്മകമായ നോവൽ ഏതാണ്? ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. എന്താണ്? ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ് എന്നാണ് മുൻ DGP ആയിരുന്ന ബി സന്ധ്യയുടെ ഏറ്റവും പുതിയ നോവലിന്റെ പേര്. അപ്പോൾ ആര് രചിച്ച പുസ്തകമാണ്? ബി സന്ധ്യ. മുൻ DGP ആയിരുന്ന ബി സന്ധ്യയുടെ ഏറ്റവും പുതിയ പുസ്തകമാണ് ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. ഏത് ലിറ്റററി ജേണൽ വരുന്ന പുസ്തകമാണിത്? അതുകൂടെ നമുക്ക് പഠിക്കേണ്ട നോവലാണ്. നോവൽ വിഭാഗത്തിൽ വരുന്ന ഒരു പുസ്തകമാണിത്. അത് അന്വേഷണാത്മക നോവൽ കാറ്റഗറിയിൽ വരുന്ന ഒരു സാഹിത്യ സൃഷ്ടിയാണിത്. ആരാണ് എഴുതിയത്? ബി സന്ധ്യയാണ്. അതിന്റെ പേര് ഞാൻ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. മാതൃഭൂമി ബുക്സ് ആണ് ഈ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. പ്രസാധകരാരാണ്? മാതൃഭൂമി ബുക്സ് ആണ്. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്ത ആദ്യത്തെ പോയിന്റ്, മുൻ DGP ബി സന്ധ്യ രചിച്ച ഏറ്റവും പുതിയ അന്വേഷണാത്മകമായ നോവലിന്റെ പേരെന്താണ്? ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്ത വ്യക്തി ഏതിലേക്കാണ്? മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ് നമ്മൾ പഠിക്കുവാൻ പോകുന്നത്. അശുതോഷ് ഡാഷ്. എന്താണ്? അശുതോഷ് ഡാഷ് ആണ് മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന പുതിയ വ്യക്തി. എന്താണ് അദ്ദേഹത്തിന്റെ പേര്? അശുതോഷ് ഡാഷ് ആണ്. ഈ ഒരു നിയമനത്തിന് ഈ ഒരു നോമിനേഷന്റെ സാഹചര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിൽ കേരളത്തിലെ ഏക അംഗമായിരുന്ന TK ശിവരാജിനെ ഒഴിവാക്കി ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു അംഗത്തെ ആഡ് ചെയ്തിരുന്നു. അത് കേരളത്തിൽ പ്രതിഷേധത്തിന് ഇടയാക്കിയിരിക്കുന്നു. അതിനെ തുടർന്നാണ് കേരളത്തിൽ നിന്നുള്ള ഒരു അംഗത്തിന്റെ കുറവുണ്ടായിരുന്നു. അപ്പം ആ ഒരു കുറവിലേക്കാണ് ഇദ്ദേഹത്തെ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ആരെയാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? അശുതോഷ് ഡാഷിനെയാണ്. എന്തിലേക്കാണ് നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്? ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു. മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്ത വ്യക്തിയുടെ പേര് മറന്നു പോകരുത്. അശുതോഷ് ഡാഷ്. പത്രമാധ്യമങ്ങളിൽ ഏറെ നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു വസ്തുത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. അഴിമതി തടയുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പിലാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? അഴിമതി തടയുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പദ്ധതിയാണ് പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ. എന്താണ്? പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. എന്താണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം? അഴിമതി തടയുന്നതിനായിട്ട് ആര് നടപ്പിലാക്കി? സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. എന്താണ് പദ്ധതിയുടെ പേര്? പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്ന് പറയുന്നത്. അതുപോലെ പൊതുജനങ്ങൾക്ക്, അതുപോലെ യുവജനങ്ങൾക്ക് അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ പങ്കാളികളാകുന്നതിനായിട്ട് ഒരു ക്യാമ്പയിനും ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ പേരാണ് വിജിലൻസ് കമാൻഡോ. എന്താണ്? വിജിലൻസ് കമാൻഡോ. വിജിലൻസ് കമാൻഡോയുടെ ഉദ്ദേശം എന്താണ്? അഴിമതി വിരുദ്ധ പോരാട്ടങ്ങളിൽ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ യുവജനങ്ങൾക്ക് പങ്കാളികളാകുന്നതിനായിട്ട് സർക്കാർ ആരംഭിച്ച ഒരു ക്യാമ്പയിനാണ് വിജിലൻസ് കമാൻഡോ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായി ആദ്യത്തെ വിജിലൻസ് വിസിൽ കമാൻഡോ ആയി തെരഞ്ഞെടുത്തത് ആരെ ആയിരുന്നു? നടനായ നിവിൻ പോളി ആയിരുന്നു കേട്ടോ.
നിവിൻ പോളിയാണ് ആദ്യത്തെ വിജിലൻസ് വിസിൽ കമാൻഡോ ആയി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് അഴിമതിയെ സംബന്ധിക്കുന്ന പരാതികൾ ബോധിപ്പിക്കുന്നതിനായി ഒരു ടോൾ ഫ്രീ നമ്പരും ആരംഭിച്ചിട്ടുണ്ട്. ആ ടോൾ ഫ്രീ നമ്പർ കൂടെ നമ്മൾ ഓർത്തിരിക്കണം. എത്രയാണ്? 1064 1064 ആണ് ആ ടോൾ ഫ്രീ നമ്പർ. എത്രയാണ്? 1064. ഇനി നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റിലേക്ക് ഒരിക്കൽ കൂടി വരാം. അഴിമതി തടയുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരെന്താണ്? പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പുതിയ പേരെന്താണെന്ന് നോക്കാം. സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നിർദ്ദേശിച്ച പുതിയ പേരെന്താണ്? സ്നേഹാലയം. സ്നേഹാലയം എന്നാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ വൃദ്ധസദനങ്ങൾക്ക് നിർദ്ദേശിച്ചിരിക്കുന്ന പേര്. എന്താണ്? സ്നേഹാലയം. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ് എന്താണ്? സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ നിർദ്ദേശിച്ചിരിക്കുന്ന പേരെന്താണ്? സ്നേഹാലയം. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെ പേര് കൂടെ ഈ സമയത്ത് ഓർത്തിരിക്കുക. എന്താണ്? അലക്സാണ്ടർ തോമസ് ആണ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ. ആരാണ്? അലക്സാണ്ടർ തോമസ്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റ്, സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് ഒരു പേര് നിർദ്ദേശിച്ചിരിക്കുന്നു. ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ. എന്താണ് ആ പേര്? സ്നേഹാലയം. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. പരീക്ഷണ അടിസ്ഥാനത്തിൽ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. പരീക്ഷണ അടിസ്ഥാനത്തിൽ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. അപ്പോൾ നമ്മുടെ പരീക്ഷണ അടിസ്ഥാനത്തിൽ നമ്മുടെ കറൻസികൾ പോളിമർ നോട്ടുകളാക്കി അച്ചടിക്കാനായിട്ട് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. ഇനി ഏതൊക്കെ നോട്ടുകളിലായിരിക്കും പരീക്ഷണ അടിസ്ഥാനത്തിൽ ആദ്യമായി ഈ ഒരു ടെക്നോളജി ഇൻട്രൊഡ്യൂസ് ചെയ്യുക? 10-20 നോട്ടുകളിലായിരിക്കും. 10-20 നോട്ടുകളിലായിരിക്കും ആദ്യമായിട്ട് പോളിമർ കറൻസി പരീക്ഷണ അടിസ്ഥാനത്തിൽ അച്ചടിക്കുന്നത്. ഏതൊക്കെയാണ്? 10-20. നിരവധി രാജ്യങ്ങളിൽ ഓൾറെഡി തന്നെ പ്രചാരത്തിലുള്ള ഒരു ടെക്നോളജിയാണ് ഈ ഒരു പോളിമർ നോട്ട്. ആദ്യമായിട്ട് ഈ പോളിമർ നോട്ടുകൾ അച്ചടിച്ചത് ഏത് രാജ്യമാണെന്ന് കൂടെ ഈ അവസരത്തിൽ ഓർത്തെടുക്കുക. ഏതാണ്? ഓസ്ട്രേലിയയിലാണ് ലോകത്ത് ആദ്യമായിട്ട് പോളിമർ നോട്ടുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഏത് വർഷമാണ്? 1988 ആദ്യമായിട്ട് ലോകത്ത് പോളിമർ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് ഏത് രാജ്യത്തായിരുന്നു? ഓസ്ട്രേലിയ. 1988 ഓസ്ട്രേലിയയിലായിരുന്നു ആദ്യമായിട്ട് പോളിമർ കറൻസികൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 10-20 നോട്ടുകളിലായിരിക്കും ആദ്യമായിട്ട് പരീക്ഷണ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ പോളിമർ കറൻസികൾ അച്ചടിക്കുവാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു. പരീക്ഷണ അടിസ്ഥാനത്തിൽ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു. ഇനി വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട പരീക്ഷകളിൽ ഒന്നാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ്. ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും. അപ്പം ഈ ഒരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഒരു ഉത്തമ റാങ്ക് ഫയൽ ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിട്ടുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റന്റ് റാങ്ക് ഫയൽ ആണിത്. ഇപ്പോൾ പൂർണ്ണമായും സിലബസ് അധിഷ്ഠിതമായിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻവർഷ ചോദ്യപേപ്പറുകളെ ആധാരമാക്കി മുൻവർഷ ചോദ്യപേപ്പറുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു റാങ്ക് ഫയൽ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റാങ്ക് ഫയൽ ഇപ്പോൾ പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പുസ്തകം വാങ്ങാനും പ്രീ ബുക്ക് ചെയ്യാനുമുള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കുള്ള ഏറ്റവും മികച്ച പഠന സഹായിയാണിത്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കി നിങ്ങളുടെ തയ്യാറെടുപ്പുകൾ ആരംഭിക്കുക. ഒരു ബില്ലുമായി ബന്ധപ്പെട്ട വാർത്തയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാക്കാനുള്ള ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാകാനുള്ള ഭേദഗതി ബിൽ രാജ്യസഭ പാസാക്കിയിരിക്കുന്നു. വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. എത്ര വർഷമാണ്? 3 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന
കുറ്റമാണ് വന്ദേ മാതരത്തെ അവഹേളിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ ഈ ബിൽ അവതരിപ്പിച്ചത് ആരാണെന്ന് കൂടെ പഠിക്കുക. ആരാണ്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായ് ആണ് ഈ ഒരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചത്. ആരാണ്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായിട്ടുള്ള നിത്യാനന്ദ റായ് ആണ് ഈ ബില്ല് അവതരിപ്പിച്ചത്. അപ്പോൾ വന്ദേ മാതരം നമുക്കറിയാം ദേശീയ ഗീതമാണ്. 1875 നവംബർ 7 വന്ദേ മാതരം ആദ്യമായിട്ട് പ്രസിദ്ധീകരിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗദർശൻ എന്ന ജേണലിലായിരുന്നു ആദ്യമായിട്ട് വന്ദേ മാതരം പ്രസിദ്ധീകരിക്കുന്നത്. എന്നായിരുന്നു അത്? 1875 നവംബർ 7. എന്നാൽ 1882 അദ്ദേഹത്തിന്റെ തന്നെ അനശ്വര നോവലായ ആനന്ദമഠത്തിൽ ഈ വന്ദേ മാതരം ഉൾപ്പെടുത്തി. നമുക്കറിയാം 1875 നവംബർ 7 ബംഗദർശൻ എന്ന ജേണലിലായിരുന്നു ആദ്യമായിട്ട് വന്ദേ മാതരം അദ്ദേഹം എഴുതിയതിൽ പ്രസിദ്ധീകരിച്ചത്. അതുപോലെ തന്നെ 1882 പുറത്തിറങ്ങി അദ്ദേഹം പ്രസിദ്ധീകരിച്ച നമ്മുടെ ആനന്ദമഠം എന്ന നോവലിലും വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആരാണ് രചിച്ചത്? ബങ്കിം ചന്ദ്ര ചാറ്റർജി. അപ്പോൾ നമ്മുടെ ദേശീയ ഗീതത്തെ സംബന്ധിക്കുന്ന ഒരു പോയിന്റ് ആയിരുന്നു നമ്മൾ ചർച്ച ചെയ്തത്. ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാകാനുള്ള ബിൽ രാജ്യസഭ പാസാക്കി. ഒരു യുദ്ധക്കപ്പലുമായി ബന്ധപ്പെട്ട വസ്തുതയാണ് നമ്മൾ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലിന്റെ പേര് നമുക്ക് പഠിക്കാം. എന്താണ്? മച്ചിലിപട്ടണം. മച്ചിലിപട്ടണം എന്നാണ് 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലിന് നൽകിയിരിക്കുന്ന പേര്. എന്താണ്? മച്ചിലിപട്ടണം. ഇനി മച്ചിലിപട്ടണത്തിന്റെ പ്രത്യേകതകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 78 മീറ്റർ ആണ്. 78 മീറ്റർ ആണ് മച്ചിലിപട്ടണത്തിന്റെ നീളം. അതുപോലെ ഭാരം എത്രയാണ്? 900 ടൺ. 900 ടൺ ഭാരവുമുണ്ട് മച്ചിലിപട്ടണത്തിന്. അതുപോലെ തന്നെ മച്ചിലിപട്ടണത്തിന്റെ വേഗത എത്രയാണ്? 25 നോട്ടിക്കൽ മൈലാണ് മച്ചിലിപട്ടണത്തിന്റെ വേഗത വരുന്നത്. അതുപോലെ തന്നെ ആകെ സഞ്ചാര ശേഷി എത്രയാണ്? അതുകൂടെ ഓർമ്മയിൽ വെക്കുക. 1800 നോട്ടിക്കൽ മൈലാണ് മച്ചിലിപട്ടണത്തിന്റെ സഞ്ചാര ശേഷിയായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലിന്റെ പേരായിരുന്നു മച്ചിലിപട്ടണം. എന്തുകൊണ്ടാണ് മച്ചിലിപട്ടണം എന്ന പേര് നൽകിയെന്നുകൂടെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാവണം. ആന്ധ്രാപ്രദേശ് സംസ്ഥാനത്തെ കൃഷ്ണ ജില്ലയിലെ ഒരു പുരാതന ചരിത്ര പ്രസിദ്ധമായ ഒരു തുറമുഖത്തിന്റെ പേരാണ് മച്ചിലിപട്ടണം. ആ തുറമുഖത്തോടുള്ള ആദര സൂചകമായിട്ടാണ് മച്ചിലിപട്ടണത്തിന് ഈ പേര് നൽകിയിരിക്കുന്നത്, ആ തുറമുഖത്തിന്റെ പേര് നൽകിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധ കപ്പലിന്റെ പേരെന്താണ്? മച്ചിലിപട്ടണം. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ ഒരു വാർത്ത നമുക്ക് ചർച്ച ചെയ്താലോ. 2026 ജൂലൈയിൽ റഷ്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വ്യക്തി ആരാണ്? പാവേൽ ദുറോവ്. ആരാണ്? പാവേൽ ദുറോവ്. എന്തായിരുന്നു അദ്ദേഹത്തിന്റെ വാർത്താ പ്രാധാന്യം? 2026 ജൂലൈയിൽ റഷ്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയായിരുന്നു ആര്? പാവേൽ ദുറോവ്. ഈ പേര് ഇതിനു മുൻപ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടെലിഗ്രാമിന്റെ നിലവിലെ സിഇഒ ആണ് ആര്? പാവേൽ ദുറോവ്. ഏതാണ്? ടെലിഗ്രാം ആപ്പ്. നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന, നിത്യേന ഉപയോഗിക്കുന്ന ഒരു ആപ്പാണ്. ഇപ്പൊ ടെലിഗ്രാം ആപ്പിന്റെ നിലവിലെ സിഇഒ ആണ് പാവേൽ ദുറോവ്. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് സഹായം നൽകി എന്ന് ആരോപിച്ചാണ് റഷ്യയുടെ ഇങ്ങനത്തെ ഒരു നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്താണ്? 2026 ജൂലൈയിൽ റഷ്യ പിടികിട്ട പുള്ളിയായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയുടെ പേര് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്താണ്? പാവേൽ ദുറോവ്. മറ്റൊരു വാർത്തയിലേക്ക് കിടക്കാം. 180 വർഷത്തിന് ശേഷം അസം സർവകലാശാലയിലെ ഗവേഷകർ വീണ്ടും കണ്ടെത്തിയ സസ്യത്തിന്റെ പേര് നമുക്ക് പഠിക്കാം. റുങ്കിയ മാസ്റ്റേഴ്സി. എന്താണ്? റുങ്കിയ മാസ്റ്റേഴ്സി എന്നാണ് 180 വർഷത്തിന് ശേഷം അസം സർവകലാശാലയിലെ ഗവേഷകർ വീണ്ടും കണ്ടെത്തിയ ആ ഒരു സസ്യത്തിന്റെ പേര് എന്താണ്? റുങ്കിയ മാസ്റ്റേഴ്സി. 1845 JW മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന ഒരു വ്യക്തിയായിരുന്നു ഇത് ആദ്യമായിട്ട് കണ്ടുപിടിച്ചത്. ആരായിരുന്നു?
JW മാസ്റ്റേഴ്സ് ഏത് വർഷമായിരുന്നു? 1845 ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത്. പിന്നീട് 180 വർഷത്തിന് ശേഷം ആസാം സർവകലാശാലയിലെ ഗവേഷകർ വീണ്ടും ഈ സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ ആ സസ്യത്തിന്റെ പേര് മറന്നു പോകരുത്, റുങ്കിയ മാസ്റ്റേഴ്സി. ആസാമിലെ ജതിങ്ക കുന്നുകളിൽ നിന്നാണ് ഈ സസ്യത്തെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്? ജതിങ്ക കുന്നുകളിൽ നിന്നാണ് ഈ സസ്യത്തെ വീണ്ടും കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടി പറയുന്നു. 180 വർഷങ്ങൾക്ക് ശേഷം ആസാം സർവകലാശാലയിലെ ഗവേഷകർ ഒരു സസ്യത്തെ കണ്ടെത്തിയിരിക്കുന്നു. എന്താണ് ആ സസ്യത്തിന്റെ പേര്? റുങ്കിയ മാസ്റ്റേഴ്സി. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് കടക്കാം. 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങൾ ഏതൊക്കെയാണ്? പുതിയ ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങൾ ഏതൊക്കെയാണ്? ഒണോമാസ്റ്റസ് ബ്രഹ്മഗിരി, ഒണോമാസ്റ്റസ് സൈലന്റ് വാലി, ഒണോമാസ്റ്റസ് വിജയ് സിംഗ്. ഏതൊക്കെയാണ്? ഒണോമാസ്റ്റസ് ബ്രഹ്മഗിരി, ഒണോമാസ്റ്റസ് സൈലന്റ് വാലി, ഒണോമാസ്റ്റസ് വിജയ് സിംഗ്. ഇനി ഒണോമാസ്റ്റസ് ബ്രഹ്മഗിരി വയനാട്ടിലെ ബ്രഹ്മഗിരി മലനിരകളിൽ നിന്നാണ് ഈ ഒരു ഇനത്തെ കണ്ടെത്തിയിരിക്കുന്നത്. സൈലന്റ് വാലി, നമുക്കറിയാം പാലക്കാട് സൈലന്റ് വാലിയിൽ നിന്നാണ് ഈ ഒണോമാസ്റ്റസ് സൈലന്റ് വാലിയെ കണ്ടെത്തിയിരിക്കുന്നത്. ഇനി മൂന്നാമത് കണ്ടെത്തിയ ഒണോമാസ്റ്റസ് വിജയ് സിംഗ് ശ്രീലങ്കയിൽ നിന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നുമാണ് ഈ ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും പുതിയ 3 ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങളെ കണ്ടെത്തിയിരിക്കുന്നു. അവയുടെ പേരുകൾ ഒണോമാസ്റ്റസ് ബ്രഹ്മഗിരി, ഒണോമാസ്റ്റസ് സൈലന്റ് വാലി, ഒണോമാസ്റ്റസ് വിജയ് സിംഗ്. അന്താരാഷ്ട്ര ശ്രദ്ധ നേടിയ മറ്റൊരു വാർത്ത നമുക്ക് ചർച്ച ചെയ്താലോ? റീഫ്യൂവലിംഗിനായി എവിടെയും നിർത്താതെ തുടർച്ചയായ 24 മണിക്കൂറിലധികം പറന്ന് റെക്കോർഡ് ഇട്ട വിമാനം ഏതാണ്? എയർബസ് A350-1000 ULR. ഏതാണ്? എയർബസ് A350-1000 ULR ആണ്. എന്താണ് അതിന്റെ വാർത്താ പ്രാധാന്യം? റീഫ്യൂവലിംഗിനായി എവിടെയും നിർത്താതെ തുടർച്ചയായി 24 മണിക്കൂറിലധികം പറന്ന് റെക്കോർഡ് ഇട്ട വിമാനമാണ്. എന്താണ് ആ വിമാനത്തിന്റെ പേര്? ഒരിക്കൽ കൂടി ഓർക്കുക, എയർബസ് A350-1000 ULR. മെൽബണിൽ സ്റ്റാർട്ട് ചെയ്ത് ടൂളൂസിലാണ് ഈ വിമാനം യാത്ര അവസാനിപ്പിച്ചത്. അതുപോലെ തന്നെ ഈ ദൗത്യത്തിന് നേതൃത്വം കൊടുത്ത വിമാന കമ്പനിയുടെ പേര് നിങ്ങൾ മറന്നു പോകരുത്, കാണ്ടാസ്. ഓസ്ട്രേലിയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാണ്ടാസ് എയർവേസ് ആണ് ഈ ഒരു ദൗത്യത്തിന് നേതൃത്വം നൽകിയത്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. റീഫ്യൂവലിംഗിനായി എവിടെയും നിർത്താതെ തുടർച്ചയായ 24 മണിക്കൂറിലധികം പറന്ന് റെക്കോർഡിട്ട വിമാനം ഏതാണ്? എയർബസ് A350-1000 ULR. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിന്റെ നിരവധി വാർത്തകൾ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ അതിലേക്ക് കൂട്ടിച്ചേർക്കാനായി ഇന്നാ പിടിച്ചോ മറ്റൊരു വാർത്ത കൂടെ. കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ തുടർച്ചയായ 2ാം തവണയും വെള്ളി മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? കോമൺവെൽത്ത് ഗെയിംസിൽ ഏത് ഇവന്റിലാണ്? ലോങ് ജമ്പിൽ തുടർച്ചയായ 2ാം തവണയും വെള്ളി മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? എം ശ്രീശങ്കർ ആണ്. എം ശ്രീശങ്കറിന് ഗ്ലാസ്ഗോയിൽ വെച്ച് നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ സിൽവർ മെഡൽ ലഭിച്ചിരിക്കുന്നു. ഏത് ഇവന്റിലാണ്? ലോങ് ജമ്പിലാണ്. ഇനി എത്ര ദൂരമാണ് ഇദ്ദേഹം ഈ ഒരു വെള്ളി നേട്ടത്തിലേക്ക് എത്താൻ താണ്ടിയത് എന്നുകൂടെ നമുക്ക് പഠിക്കണ്ടേ. 8.09 മീറ്റർ ദൂരം താണ്ടിയാണ് എം ശ്രീശങ്കർ വെള്ളി മെഡൽ നേടിയിരിക്കുന്നത്. എത്ര ദൂരം താടി? 8.09 മീറ്ററോളം അദ്ദേഹം ഈ ഒരു വെള്ളി മെഡൽ നേട്ടത്തിനായി ചാടി. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് എന്തായിരുന്നു? കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ തുടർച്ചയായ 2 തവണ വെള്ളി മെഡൽ സ്വന്തമാക്കിയ മലയാളി താരം ആരാണ്? എം ശ്രീശങ്കർ. കായിക രംഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു വാർത്ത കൂടെ നമുക്ക് ചർച്ച ചെയ്യാം. 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? അജിങ്ക്യ രഹാനെയാണ് 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യ കണ്ടതിൽ വെച്ച് ഏറ്റവും മികച്ച ബാറ്റ്സ്മാൻമാരിൽ ഒരാളായിരുന്നു. ഇന്ത്യക്കായി 85 ടെസ്റ്റുകൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട്.
85 ടെസ്റ്റുകൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 90 ODI മത്സരങ്ങളും ഏകദിന മത്സരങ്ങളും അദ്ദേഹം കളിച്ചിട്ടുണ്ട്. 20 T20 മത്സരങ്ങളും അദ്ദേഹം ഇന്ത്യയെ പ്രതിദാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പഠിച്ച പോയിന്റ് ഇത്രയേ ഉള്ളൂ. 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ താരം ആരാണ്? അജിങ്ക്യ രഹാനെ. ഡിഗ്രി ലെവൽ പരീക്ഷകൾക്ക് തയ്യാറെടുത്തിരിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന പരീക്ഷകളിൽ ഒന്നാണ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് മെയിൻസിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ മെയിൻസിലെ സ്പെഷ്യൽ ടോപ്പിക്കുകൾ എല്ലാം ഉൾപ്പെടുത്തിയ ഒരു പുസ്തകം ടാലന്റ് അക്കാദമി പുറത്തിറക്കിയിരിക്കുന്നു. അപ്പോൾ ഈ പുസ്തകം ഇപ്പോൾ നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. ടാലന്റ് അക്കാദമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് ഈ പുസ്തകം പ്രീ ബുക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ടാലന്റ് അക്കാദമി സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഈ ഒരു പുസ്തകം സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. പൂർണ്ണമായും സിലബസിനെ അടിസ്ഥാനപ്പെടുത്തി മുൻവർഷ ചോദ്യ പേപ്പറുകളൊക്കെ ആധാരമാക്കിയിട്ടാണ് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ഒരു പുസ്തകം സ്വന്തമാക്കുക. ഇന്ന് പഠിച്ച പ്രധാനപ്പെട്ട പോയിന്റുകൾ ഒരിക്കൽ കൂടെ ചർച്ച ചെയ്യാനുള്ള സമയമാണ്. നമ്മുടെ റാപ്പിഡ് റിവിഷന്റെ ടൈമാണ്. നമ്മൾ ആദ്യം പഠിച്ചത് മുൻ DGP B സന്ധ്യ രചിച്ച ഏറ്റവും പുതിയ അന്വേഷണാത്മക നോവൽ ഏതാണെന്നാണ്. ദേവികുളം നിഗൂഢതകളുടെ ആകാശദ്വീപ്. രണ്ടാമത് നമ്മൾ പഠിച്ചത് മുല്ലപ്പെരിയാർ ഡാം വിദഗ്ധ സമിതിയിലേക്ക് കേരളം നോമിനേറ്റ് ചെയ്ത വ്യക്തിയുടെ പേരാണ്. ഇപ്പോൾ നമുക്കറിയാം അത് അശുതോഷ് ഡാഷ് ആണ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് അഴിമതി തടയുന്നതിനായി സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ നടപ്പാക്കുന്ന പദ്ധതി ഏതായിരുന്നു എന്നാണ്. പ്രോജക്ട് സീറോ വിജിലൻസ് വിസിൽ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര്. അതുപോലെ തന്നെ സംസ്ഥാനത്തെ വൃദ്ധസദനങ്ങൾക്ക് മനുഷ്യാവകാശ കമ്മീഷൻ ഒരു പേര് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. ആ പേര് നമ്മൾ പഠിച്ചിരുന്നു. എന്താണ്? സ്നേഹാലയം. മറന്നു പോകരുത്, സ്നേഹാലയം. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത സ്റ്റേറ്റ്മെന്റ് പരീക്ഷണ അടിസ്ഥാനത്തിൽ പോളിമർ കറൻസി നോട്ടുകൾ അവതരിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയ വാർത്തയായിരുന്നു. അതുപോലെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നത് കുറ്റകരമാകാനുള്ള ഭേദഗതി ബിൽ രാജ്യസഭ പാസ്സാക്കിയ കാര്യവും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മൾ പഠിച്ച പോയിന്റ് ആയിരുന്നു 2026 ജൂലൈയിൽ കൊച്ചിൻ ഷിപ്പ്യാർഡ് നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലിന്റെ പേരെന്താണ്? മച്ചിലിപട്ടണം എന്നാണ് ഈ ഒരു യുദ്ധക്കപ്പലിന്റെ പേര്. അതുപോലെ 2026 ജൂലൈയിൽ റഷ്യ പിടികിട്ടാ പുള്ളിയായി പ്രഖ്യാപിച്ച് അന്താരാഷ്ട്ര വാണ്ടഡ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ വ്യക്തിയുടെ പേര് നമ്മൾ പഠിച്ചു. ടെലിഗ്രാം സ്ഥാപകനും സിഇഒയുമായ പാവേൽ ദുറോവ്. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 180 വർഷത്തിന് ശേഷം അസം സർവകലാശാലയിലെ ഗവേഷകർ വീണ്ടും കണ്ടെത്തിയ സസ്യം ഏതായിരുന്നു എന്നാണ്. റുങ്കിയ മാസ്റ്റേഴ്സി. അതുപോലെ 2026 ജൂലൈയിൽ ഇന്ത്യയിൽ നിന്നും ശ്രീലങ്കയിൽ നിന്നും കണ്ടെത്തിയ പുതിയ ജമ്പിംഗ് സ്പൈഡർ ഇനങ്ങളുടെ പേര് നമ്മൾ ചർച്ച ചെയ്തിരുന്നു. ഒണോമാസ്റ്റസ് ബ്രഹ്മഗിരി, ഒണോമാസ്റ്റസ് സൈലന്റ് വാലി, ഒണോമാസ്റ്റസ് വിജയ് സിംഗെ. നമ്മൾ പഠിച്ച മറ്റു വാർത്ത റീഫ്യൂവലിങ്ങിനായി എവിടെയും നിർത്താതെ തുടർച്ചയായി 24 മണിക്കൂറിലധികം പറന്ന് റെക്കോർഡിട്ട വിമാനത്തിന്റെ പേരായിരുന്നു എയർബസ് A350-1000 ULR. അതുപോലെ കോമൺവെൽത്ത് ഗെയിംസ് ലോങ് ജമ്പിൽ തുടർച്ചയായ 2ാം തവണയും വെള്ളി മെഡൽ സ്വന്തമാക്കിയ മലയാളിയുടെ പേരും ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നതിനോടൊപ്പം തന്നെ പറഞ്ഞു അദ്ദേഹത്തിന്റെ പേര് M ശ്രീശങ്കർ. അവസാനം നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച ആ ഒരു ഇന്ത്യൻ താരത്തിന്റെ പേരായിരുന്നു. ഇന്ത്യൻ ലെജൻഡായ അജിങ്ക്യ രഹാനെയാണ് 2026 ജൂലൈയിൽ ക്രിക്കറ്റിന്റെ എല്ലാ ഫോർമാറ്റിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ചത്. അറിവിടം മെഗാ ഓഫർ വീക്കിനെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലോ. ജൂലൈ 27 മുതൽ 31 വരെയാണ് എല്ലാ അറിവിടം പുസ്തകങ്ങൾക്കും അപ് ടു 25% വരെ ഓഫാണ് നമുക്ക് ലഭിക്കുന്നത്. അതുപോലെ തന്നെ 750 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ആളുകൾക്ക് 2022 മുതൽ 24 വരെയുള്ള കറണ്ട് അഫയേഴ്സ് ബുക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പൊ ഈ ഓഫറിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താലും മതിയാവും. കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ഉത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. 2026 ജൂലൈയിൽ 7.1 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തെ തുടർന്ന് സുനാമി മുന്നറിയിപ്പ് നൽകിയ രാജ്യം ഏതാണ്? ഇന്തോനേഷ്യ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, ചിലി. രണ്ടാമത്തെ ചോദ്യം, അടുത്തിടെ കിമി K3 എന്ന ഏറ്റവും പുതിയ AI മോഡൽ വികസിപ്പിച്ചെടുത്ത സ്റ്റാർട്ടപ്പ് ഏതാണ്? ഡീപ് സീക്ക് AI, ബൈഡു AI,
Moonshot AI sense time. So comment your answers. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന 2 ചോദ്യങ്ങളുടെ ഉത്തരം കൂടെ നമുക്ക് ചർച്ച ചെയ്താലോ? സ്കൂൾ വിദ്യാഭ്യാസം ഉപേക്ഷിച്ച കുട്ടികളെ തിരികെ സ്കൂളുകളിൽ എത്തിക്കുന്നതിനായി സംറാസ് വിദ്യ സേതു ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? അത് ഗുജറാത്ത് ആണ്. ഗുജറാത്തിലായിരുന്നു സംറാസ് വിദ്യ സേതു ക്യാമ്പയിൻ ആരംഭിച്ചത്. 2026 ജൂലൈയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം ഏതാണ്? സ്പെയിൻ ആയിരുന്നു 2026 ജൂലൈയിൽ കാട്ടുതീ മൂലം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച യൂറോപ്യൻ രാജ്യം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ എല്ലാ പ്രിയപ്പെട്ടവർക്ക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.